ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ആദ്യം തന്നെ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, നാളികേരം കൊത്തിയതും, സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങളുടെ എരിവിന് പാകത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ മുഴുവനോടെ ഒരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി, പൊടിയല്ല. ഉലുവയും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി തിരുമ്പി കുക്കർ അടച്ചത് വേവിക്കാം. ബീഫൊക്കെ വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് കാച്ചിയെടുക്കണം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ വാടി വരുമ്പോൾ അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മീറ്റ് മസാലയും കുരുമുളകും ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടിയും ചേർത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വെന്ത ബീഫ് അതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വലിയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.